A235 ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഹൈപ്പർസോണിക് ശേഷിയുണ്ട്. ഈ മിസൈലുകൾക്ക് രണ്ട് തരത്തിലുള്ള യുദ്ധമുനകൾ വഹിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒന്ന് സാധാരണ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ളതാണെങ്കിൽ മറ്റൊന്ന് ചെറിയ തോതിലുള്ള ആണവ യുദ്ധമുനകളാണ്. ബഹിരാകാശത്ത് വെച്ച് ഒരു കൂട്ടം മിസൈലുകളെ ഒന്നിച്ചു തകർക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് ആണവ യുദ്ധമുനകൾ ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ പ്രശസ്തമായ താഡ്, പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ A235 വളരെ ഉയർന്ന പരിധിയും വേഗതയും കാഴ്ചവെക്കുന്നുണ്ട്. അമേരിക്കൻ സംവിധാനങ്ങൾ പ്രധാനമായും അന്തരീക്ഷത്തിനുള്ളിലെ പ്രതിരോധത്തിന് പ്രാധാന്യം നൽകുമ്പോൾ റഷ്യ ബഹിരാകാശ യുദ്ധമുഖത്തെയാണ് ലക്ഷ്യമിടുന്നത്. ഇതാണ് പെന്റഗണിനെ പോലും ഈ റഷ്യൻ ആയുധത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നാറ്റോ സഖ്യത്തിന്റെ ഏത് തരത്തിലുള്ള മിസൈൽ വ്യൂഹത്തെയും പ്രതിരോധിക്കാൻ ഇതിന് കഴിയുമെന്ന് റഷ്യ അവകാശപ്പെടുന്നു. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ നഗരത്തെയും പരിസര പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ചാണ് ഈ സംവിധാനത്തിന്റെ പ്രാഥമിക വിന്യാസം നടന്നിരിക്കുന്നത്. മോസ്കോയ്ക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് ആണവാക്രമണത്തെയും തടയാൻ ശേഷിയുള്ള ഒരു സുരക്ഷിത വലയം A235 അവിടെ തീർക്കുന്നു. റഷ്യയുടെ പരമാധികാരത്തിനും നിലനിൽപ്പിനും ഈ നഗരത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് ഏറ്റവും ആധുനികമായ ഈ ആയുധം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. റഷ്യയുടെ തന്ത്രപ്രധാനമായ കമാൻഡ് സെന്ററുകൾ മുഴുവൻ ഇതിന്റെ സംരക്ഷണയിലാണ്. ഈ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരായുധ മത്സരത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ബഹിരാകാശത്തെ ആയുധവൽക്കരിക്കുന്നതിനെതിരെ ലോകരാജ്യങ്ങൾ സംസാരിക്കുമ്പോഴും പ്രായോഗികമായി തങ്ങളുടെ ബഹിരാകാശ പ്രതിരോധം ശക്തമാക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. അമേരിക്ക തങ്ങളുടെ ഉപഗ്രഹ വിരുദ്ധ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന് മറുപടിയായാണ് റഷ്യ A235 ന്യൂഡോൺ എന്ന പേരിൽ ഈ സംവിധാനത്തിന് രൂപം നൽകിയത്. ഇത് കേവലം മിസൈലുകളെ മാത്രമല്ല, ശത്രുക്കളുടെ ചാര ഉപഗ്രഹങ്ങളെയും തകർക്കാൻ പോകുന്നതാണ്. റഷ്യയുടെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയുടെയും സൈനികാധിപത്യത്തിന്റെയും ഏറ്റവും പുതിയ പ്രഖ്യാപനമാണ് A235 സ്ട്രാറ്റജിക് മിസൈൽ പ്രതിരോധ സംവിധാനം. ആഗോള പ്രതിരോധ രംഗത്തെ പ്രമുഖ മാധ്യമമായ മിലിറ്ററി വാച്ച് മാഗസിൻ ഉൾപ്പെടെയുള്ളവ ലോകത്തിലെ ഏറ്റവും സങ്കീർണവും മാരകവുമായ മിസൈൽ പ്രതിരോധ കവചങ്ങളിലൊന്നായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ശീതയുദ്ധകാലം മുതൽക്കേ തങ്ങളുടെ ആകാശ സീമകളെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ റഷ്യ വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തുടർച്ചയാണിത്. എന്നാൽ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ബഹിരാകാശത്ത് നിന്നുള്ള അത്യാധുനിക ഭീഷണികളെപ്പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയാണ് A235 റഷ്യ ഒരുക്കിയിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അതിപ്രധാനമായ സൈനിക താവളങ്ങളും ഭരണകേന്ദ്രങ്ങളും തന്ത്രപ്രധാനമായ മേഖലകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അത്യാധുനിക കവചം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രു രാജ്യങ്ങൾ തൊടുത്തുവിടുന്ന വൻകിട ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്തു വെച്ചു തന്നെ തകർക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. ഇതിനായി അതിവേഗ ഹൈപ്പർസോണിക് ഇന്റർസെപ്റ്റർ മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുമാണ് റഷ്യ ഈ വ്യൂഹത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഏതൊരു പാശ്ചാത്യ പ്രതിരോധ സംവിധാനത്തെയും വെല്ലുവിളിക്കാൻ പോകുന്നതാണ് ഇതിന്റെ പ്രവർത്തനക്ഷമതയെന്ന് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. A235 സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് അതിന്റെ അഭൂതപൂർവമായ വേഗതയും കൃത്യതയുമാണ്. വെറും സെക്കൻഡുകൾക്കുള്ളിൽ ശത്രുവിന്റെ ഭീഷണികളെ തിരിച്ചറിയാനും അതിനെതിരെ സ്വയം പ്രതികരിക്കാനുമുള്ള ശേഷി ഈ സിസ്റ്റത്തിനുണ്ട്. ആധുനിക യുദ്ധങ്ങളിൽ സെക്കൻഡുകളുടെ വ്യത്യാസം പോലും വലിയ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ ഇടപെടലുകൾക്ക് കാത്തു നിൽക്കാതെ പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിതമായ ഓട്ടോമേറ്റഡ് ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റമാണ് A235 മിസൈലുകളെ നിയന്ത്രിക്കുന്നത്. ഇത് ആക്രമണങ്ങളുടെ തീവ്രത കൃത്യമായി അളന്ന് പ്രതിരോധം തീർക്കുന്നു. സാധാരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും A235 വേറിട്ട് നിർത്തുന്നത് അതിന്റെ വിപുലമായ പ്രവർത്തന മേഖലയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറം ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ ഇതിന് സാധിക്കും. അതായത് ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെയും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെയും അവ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് ബഹിരാകാശത്ത് വെച്ചു തന്നെ ഇല്ലാതാക്കാൻ ഈ സംവിധാനത്തിന് കഴിയും.
ഈ ഒരു കഴിവ് റഷ്യയ്ക്ക് ആഗോളതലത്തിൽ വലിയൊരു തന്ത്രപരമായ മേൽക്കൈ നൽകുന്നുണ്ട്. ശത്രു മിസൈലുകൾ അവയുടെ അവസാന ഘട്ടത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം കുതിച്ചുപായാൻ തുടങ്ങുമ്പോൾ അവയെ തടഞ്ഞു നിർത്തുക എന്നത് ഏത് പ്രതിരോധ സംവിധാനത്തിനും വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ A235 ഈ വെല്ലുവിളിയെ വളരെ ലളിതമായാണ് നേരിടുന്നത്. അതിശക്തമായ വേഗതയിൽ വരുന്ന മിസൈലുകളെ അവയുടെ പാതയിൽ വെച്ചു തന്നെ കൂട്ടിയിടിച്ച് തകർക്കാൻ ശേഷിയുള്ള ഇന്റർസെപ്റ്ററുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടുമുകളിൽ വെച്ചുള്ള നാശനഷ്ടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഈ അത്ഭുത പ്രതിരോധ കവചത്തിന്റെ പിന്നിലെ പ്രധാന ശക്തി അതിന്റെ അത്യാധുനിക ഫേസ്ഡ് അറേ റഡാറുകളാണ്. ആകാശത്ത് ഒരേ സമയം നൂറുകണക്കിന് വസ്തുക്കളെ കൃത്യമായി നിരീക്ഷിക്കാനും അവയുടെ പാത രേഖപ്പെടുത്താനും ഈ റഡാറുകൾക്ക് സാധിക്കും. എത്ര വലിയ മിസൈൽ ആക്രമണം ഉണ്ടായാലും അവയെല്ലാം ഒരേ സമയം ഈ റഡാറുകളുടെ നിരീക്ഷണ വലയത്തിൽ വരും. ശത്രു രാജ്യങ്ങൾ റഷ്യയുടെ പ്രതിരോധത്തെ ആശയക്കുഴപ്പത്തിലാക്കാൻ വിടുന്ന ഡെക്കോയികളെയും യഥാർത്ഥ ആണവ യുദ്ധമുനകളെയും വേർതിരിച്ചറിയാൻ ഈ റഡാറുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതിനു പുറമെ റഷ്യയുടെ ബഹിരാകാശത്തുള്ള ഏർലി വാർണിംഗ് സാറ്റലൈറ്റുകളുമായി ഈ സംവിധാനം നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ശത്രു രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു മിസൈൽ കുതിച്ചുയരുന്ന ആ നിമിഷത്തിൽ തന്നെ ഈ സാറ്റലൈറ്റുകൾ വിവരം A235 കൈമാറുന്നു. ഇത് പ്രതിരോധ സംവിധാനത്തിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ വിലപ്പെട്ട സമയം നൽകുന്നു. അന്തരീക്ഷത്തിലേക്ക് മിസൈൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ സഞ്ചാരപഥം കമ്പ്യൂട്ടറുകൾ കണക്കുകൂട്ടി കഴിഞ്ഞിരിക്കും. A235 മിസൈൽ പ്രതിരോധ സംവിധാനം വെറും ഒരു ആയുധമല്ല, മറിച്ച് റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന്റെ നട്ടെല്ലാണ്. മിലിറ്ററി വാച്ച് മാഗസിൻ വിലയിരുത്തിയതുപോലെ ശത്രുക്കളുടെ ഏത് അത്യാധുനിക ആക്രമണത്തെയും നിഷ്പ്രഭമാക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ബഹിരാകാശത്തും ഭൂമിയിലും ഒരേപോലെ റഷ്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ സംവിധാനം വരും ദശകങ്ങളിൽ അന്താരാഷ്ട്ര സൈനിക സമവാക്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മിസൈൽ സാങ്കേതിക വിദ്യയിലെ റഷ്യയുടെ പരമ്പരാഗതമായ മികവ് A235 വ്യക്തമായി കാണാം. S-400, S-500 തുടങ്ങിയ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇതിനാകും. ഇവയെല്ലാം ചേർന്ന് റഷ്യൻ ആകാശത്തിന് മുകളിൽ ഒരു അപ്രവേശനീയമായ മൾട്ടി ലെയർഡ് പ്രതിരോധ വലയം തീർക്കുന്നു. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ ബഹിരാകാശത്തെ സാറ്റലൈറ്റുകൾ വരെ റഷ്യൻ അനുമതിയില്ലാതെ ആകാശത്ത് ചലിക്കില്ലെന്ന് ഇത് ഉറപ്പാക്കും. ശത്രുക്കൾ ഒരേ സമയം വിവിധ ദിശകളിൽ നിന്നും വ്യത്യസ്ത വേഗതകളിൽ നിന്നും മിസൈലുകൾ അയക്കുന്ന സാച്ചുറേഷൻ അറ്റാക്ക് നേരിടാൻ A235 പൂർണ്ണസജ്ജമാണ്. കമ്പ്യൂട്ടറുകൾ ഓരോ ഭീഷണിയുടെയും അപകട സാധ്യത മുൻഗണനാടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ഏറ്റവും അപകടകാരിയായ മിസൈലിനെ ആദ്യം തകർക്കാൻ ഇന്റർസെപ്റ്ററുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഈ കൃത്യതയാണ് A235 ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ മിസൈൽ ഷീൽഡാക്കി മാറ്റുന്നത്. ഒരു വലിയ മിസൈൽ ആക്രമണം ഉണ്ടായാൽ പൗരന്മാരുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ആണവ മിസൈലുകൾ ജനവാസ മേഖലകളിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ അവയെ അന്തരീക്ഷത്തിന് പുറത്തു വെച്ച് നിർവീര്യമാക്കുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കും. റഷ്യൻ ജനതയ്ക്ക് തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയൊരു ഉറപ്പാണ് ഈ മിസൈൽ വിന്യാസം നൽകുന്നത്. യുദ്ധകാലത്ത് രാജ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഇത് സഹായിക്കും. ഭാവിയിലെ ബഹിരാകാശ യുദ്ധങ്ങൾക്കായി ലോകമൊരുങ്ങുമ്പോൾ റഷ്യ ഇതിനകം തന്നെ ഒരുപടി മുന്നിലെത്തിക്കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുമെന്നതിനാൽ അവയെ പ്രതിരോധിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ അനിവാര്യമാണ്. ആഗോള പ്രതിരോധ രംഗത്ത് റഷ്യയുടെ സ്ഥാനം എന്നും മുൻപന്തിയിൽ തന്നെ ആയിരിക്കുമെന്ന് ഈ സാങ്കേതികവിദ്യ ഉറപ്പു നൽകുന്നു. ലോക സൈനിക ചരിത്രത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇലക്ട്രോണിക് യുദ്ധമുറകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശത്രുക്കളുടെ റഡാറുകളെയും മിസൈലുകളെയും ജാം ചെയ്യുക എന്നത് സാധാരണമാണ്. എന്നാൽ A235 ഇങ്ങനെയുള്ള ജാമിംഗ് ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ശക്തമായ ഇലക്ട്രോണിക് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നും എത്ര കടുത്ത സൈബർ ഇലക്ട്രോണിക് ആക്രമണം ഉണ്ടായാലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ഇതിന്റെ സിഗ്നൽ പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. A235 തന്ത്രപരമായ പ്രാധാന്യം എന്നത് അത് റഷ്യയ്ക്ക് നൽകുന്ന രണ്ടാമത് ആക്രമിക്കാനുള്ള ശേഷിയാണ്. ഒരു പെട്ടെന്നുള്ള ആക്രമണത്തിൽ റഷ്യയുടെ ആണവശേഖരം തകരാതിരിക്കാൻ ഈ മിസൈൽ ഷീൽഡ് സഹായിക്കും. ഇത് ശത്രുരാജ്യങ്ങളെ റഷ്യക്കെതിരെ ഒരു ആദ്യ ആക്രമണം നടത്തുന്നതിൽ നിന്ന് ശക്തമായി പിന്തിരിപ്പിക്കുന്നു. കാരണം തങ്ങൾ അയക്കുന്ന മിസൈലുകൾ റഷ്യൻ ആകാശത്ത് വെച്ച് തകരുമെന്നും
റഷ്യയുടെ തിരിച്ചടി തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്നും അവർക്കറിയാം. പൂർണ്ണമായും റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഈ സംവിധാനം റഷ്യയുടെ സൈനിക ശാസ്ത്രീയത്വത്തിന്റെ പ്രതീകം കൂടിയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇത്തരമൊരു ലോകോത്തര സംവിധാനം വികസിപ്പിച്ചെടുക്കാൻ റഷ്യയ്ക്ക് സാധിച്ചുവെന്നത് ശ്രദ്ധേയമാണ്. റഷ്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് A235 ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത് റഷ്യയുടെ സൈനിക വ്യവസായ മേഖലയ്ക്ക് ആഗോളതലത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഈ സംവിധാനത്തിന്റെ വൻതോതിലുള്ള ഉൽപാദനവും വിന്യാസവും ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കയുടെ ആഗോള മിസൈൽ മേധാവിത്വത്തിന് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തികളിൽ റഷ്യ ഈ സംവിധാനം വിന്യസിച്ചാൽ അത് യൂറോപ്യൻ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായി തിരുത്തിയെഴുതും. തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ റഷ്യ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്.